ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ക്രിസ്മസ് സീരീസിലെ അടുത്ത വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. ഇതുപോലെയുള്ളൊരു ഡിസംബർ നൈറ്റിൽ കുറച്ച് ക്രഞ്ചി കുക്കീസൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കാൻ നല്ല രസമല്ലേ. ഞാൻ ക്രഞ്ചി എന്ന് പറഞ്ഞെങ്കിലും ഇതിൻ്റെ ഔട്ടർ ഷെൽ മാത്രമാണ് ക്രഞ്ചി. ഉള്ളിൽ നല്ല സോഫ്റ്റ് വാം ഗൂയി ചോക്ലേറ്റി ആയിട്ടുള്ളൊരു കുക്കിയാണ് NYC കുക്കീസ് ഓർ ന്യൂയോർക്ക് സിറ്റി കുക്കീസ്. ഈ ഒരു കുക്കി ന്യൂയോർക്കിലെ ലെവൈൻ ബേക്കറി എന്ന് പറയുന്ന ഒരു ബേക്കറിയിൽ നിന്നാണ് ഫേമസ് ആയത്. സാധാരണ കുക്കി പോലെയല്ല, ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. അപ്പം മെയിനായിട്ട് വേണ്ടൊരു കാര്യമാണ് ബേക്കിംഗ് പേപ്പർ. ഇത് പാച്ച്മെൻറ്റ് പേപ്പർ ആയാലും മതി. ന്യൂട്ടെല്ല ഫിൽഡ് കുക്കീസാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. വെച്ചാൽ പകുതി ന്യൂട്ടെല്ല ഫിൽഡും പകുതി നോർമൽ NYC കുക്കീസ്. ഒത്തിരി ഒന്നും വേണ്ട. 180 ഗ്രാംസിൻ്റെ ഒരു പാക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. 239 റുപ്പീസാണ്. ഇതുപോലെ ചെറിയ സ്കൂപ്സ് ആക്കി നമുക്കതൊന്ന് റെഫ്രിജറേറ്റ് ചെയ്യാൻ വെക്കാം. ഫ്രീസ് ചെയ്താൽ അത്രയും നല്ലത്. ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ ഒരു 2 hours ഒക്കെ വെച്ചാൽ മതി കേട്ടോ. റെഫ്രിജറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 4 to 6 hours വെക്കേണ്ടി വരും. ഇനി ഈ ഒരു റെസിപ്പിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് കിച്ചൺ വെയിങ് സ്കെയിൽ. അപ്പം നമ്മളൊരു വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു ബൗൾ കണ്ടോ, 0 grams ആണ്. ഇനി അതിലേക്ക് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ഞാൻ 2 പാക്കറ്റ് ബട്ടർ 100 grams ഈച്ച് 2 പാക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് മെഷർ ചെയ്ത് ബട്ടർ എടുക്കുക. അപ്പോൾ ഒരു പാക്കറ്റ് മൊത്തവും നമുക്ക് വേണം. അപ്പോൾ ആ ബട്ടർ പേപ്പർ വെയ്റ്റ്ലെസ് ആണല്ലോ. നമുക്ക് വേണ്ടിയത് 118 grams ഓഫ് ബട്ടറാണ്. അപ്പോൾ ഞാനത് മെഷർ ചെയ്ത് ആ ബട്ടർ പേപ്പറോട് കൂടി എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് വേണ്ടത് ബ്രൗൺ ഷുഗറാണ്. അതും ഞാൻ മെഷർ ചെയ്ത് നമുക്ക് കറക്റ്റ് വേണ്ടത് 161 grams ആണ്. ഞാൻ മെഷർ ചെയ്ത് എടുത്ത് മാറ്റുന്നുണ്ട്. ബ്രൗൺ ഷുഗറിന് പകരം വേറൊന്നുമില്ല കേട്ടോ, ബ്രൗൺ ഷുഗർ തന്നെ യൂസ് ചെയ്യണം. ഇനി അടുത്തത് നമുക്ക് ഗ്രാനുലേറ്റഡ് ഷുഗർ ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്കൊരു 44 grams ആണ് ആവശ്യം. ഞാൻ കറക്റ്റ് മെഷർ ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എലൈറ്റിൻ്റെ മൈദയാണ് കേട്ടോ ഞാൻ ബേക്കിംഗ് പർപ്പസസിന് യൂസ് ചെയ്യാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ഫ്ലോർ വേണം. 319 grams ഓഫ് ഫ്ലോറാണ് ഞാൻ മെഷർ ചെയ്ത് എടുത്ത് ആ ബൗളോട് കൂടി അങ്ങ് മാറ്റി വയ്ക്കുക. ഇനി അതിന് ശേഷം ഞാൻ ചോക്കോ ചിപ്പ് മെഷർ ചെയ്യാൻ ഒരു ബൗൾ എടുക്കുന്നുണ്ട്. ആ ബൗൾ ഓൾറെഡി 170 സംതിങ് വെയിറ്റ് ഉള്ളത്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ചോക്കോ ചിപ്സിൻ്റെ വെയിറ്റ് കറക്റ്റ് എടുക്കാൻ. ഇപ്പോൾ 281 minus 170, അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഏകദേശം ഒരു 100 grams ചോക്കോ ചിപ്പ് വേണം കേട്ടോ. ഫസ്റ്റ് നമുക്ക് ബട്ടറും ഷുഗേഴ്സും ഒന്ന് വിസ്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇലക്ട്രിക് വിസ്ക്കാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നോർമൽ വിസ്ക് യൂസ് ചെയ്താൽ മതി, പക്ഷെ അത് ഒത്തിരി ചെയ്യേണ്ടി വരും. നമ്മളൊരു 5 to 7 minutes നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇത് നല്ല ലൈറ്റും വൈറ്റും ആവും, നല്ല ഫ്ലഫി കൺസിസ്റ്റൻസി ആവും കേട്ടോ. നമ്മളൊരു സ്പാച്ചുല വെച്ച് റൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്കിതിലേക്ക് 1 റൂം ടെമ്പറേച്ചർ എഗ് പൊട്ടിച്ച് ഒഴിക്കാം. ഇനി ആ എഗിൻ്റെ സ്മെല്ലൊന്ന് മാസ്ക് ചെയ്യാൻ 1 ടീസ്പൂൺ വനില എസൻസ്, നമ്മൾ വനില എസൻസും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കൊരു സ്പാച്ചുല യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം. ഫോൾഡ് ചെയ്ത് ഒന്ന് എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഇലക്ട്രിക് ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യാം. എഗെയിൻ ഒരു 5 to 7 minutes ബീറ്റ് ചെയ്യാം. കുറച്ചുകൂടെ ലൈറ്റാവും, കുറച്ചുകൂടെ ഫ്ലഫി ആവും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പാച്ചുല വെച്ച് സൈഡിലിരിക്കുന്നതൊക്കെ സ്ക്രൈപ്പ് ചെയ്ത് അതിലേക്ക് കമ്പൈൻ ചെയ്യണം. മിക്സ് അൺടിൽ വെൽ കമ്പൈൻഡ്, അതാണ് നമ്മുടെ ഇതുപോലത്തെ മിക്സിങ്ങിന് പറയുന്നത്. അപ്പം കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഓൾ പർപ്പസ് ഫ്ലോർ മൈദ കുറച്ചായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനൊരു 2 പ്രാവശ്യമായിട്ട് ആഡ് ചെയ്യുകയാണ്. പകുതി ആഡ് ചെയ്തിട്ട് അഗെയിൻ നമ്മുടെ ആ ഒരു പിങ്ക് സ്പാച്ചുല, പിങ്ക് തന്നെ ആയിരിക്കണമെന്നൊന്നുമില്ല കേട്ടോ, എന്തായാലും അത് യൂസ് ചെയ്ത് ഇതേപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ കൈ യൂസ് ചെയ്യാം കേട്ടോ, പക്ഷേ എനിക്ക് ഈ ഒരു സ്പാച്ചുല തന്നെ ഈസി ആയിട്ട് തോന്നി. ഇനി ഹാഫ് ഓഫ് ഫ്ലോർ ആഡ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ആഡ് ചെയ്യുന്നത്. ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ആട്ടോ. അപ്പോൾ ഞാൻ ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ 2 പ്രാവശ്യം ആഡ് ചെയ്യുകയാണ്. കാരണം ഞാനിത് മെഷർ ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ബേക്കിംഗ് സോഡ ഈ ഒരു 1 ടീസ്പൂണിൻ്റെ സ്പൂണിൽ. അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ യൂസ് ചെയ്ത് ബേക്കിംഗ് പൗഡർ 2 പ്രാവശ്യം ഇട്ടത് കാണിച്ചത്. അപ്പം നമ്മൾ രണ്ടും
1 ടീസ്പൂണാണ് ഈച്ച് ഇടേണ്ടത്. അതായത് ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ. അത് ഞാനൊന്ന് ഇലക്ട്രിക് വിസ്ക് വെച്ച് ഒന്ന് വിസ്ക് ചെയ്ത് ഒരു 2 മിനിറ്റ്സ്. അതിനുശേഷം സ്പാച്ചുല യൂസ് ചെയ്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കമ്പൈൻ ചെയ്ത് എടുത്തു. നമുക്ക് നമ്മുടെ ചോക്കോ ചിപ്പ് ആഡ് ചെയ്യാം. കുക്കിയിൽ ചോക്കോ ചിപ്പ് ഇല്ലാതെ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചിപ്സ് ആഡ് ചെയ്യാം. പക്ഷേ എനിക്കിത് ഇങ്ങനെയാണ് ഇഷ്ടം. ആ ഒരു ബേക്കറിയിലെ ലെവൈൻ ബേക്കറിയിലെ NYC കുക്കീസാണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെയാണ്. അപ്പോൾ അതും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കുക്കി കട്ടർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത്, കുക്കി സ്കൂപ്പർ ഉണ്ട് അത് വെച്ചെടുക്കാം. ഞാൻ കൈ വെച്ചെടുക്കും, അത് വീട്ടിലേക്കാണല്ലോ, സെയിലിനൊന്നുമല്ല. അപ്പം നമ്മളൊരു അപ്രോക്സിമേറ്റ്ലി 90 ഗ്രാംസ്, അപ്പോൾ ഒരു ബട്ടർ പേപ്പർ വെച്ച് വെയിങ് സ്കെയിലിൻ്റെ പുറത്ത് നമുക്ക് മെഷർ ചെയ്തെടുക്കാം. 90 ഗ്രാംസാണ് ഒരു കുക്കി. അതായത് ഇത് കുറച്ച് ബൾക്കി ആയിട്ടുള്ള ഒരു കുക്കിയാണ്, കുറച്ച് വെയിറ്റ് ഉണ്ട്. ഇത് നമ്മൾ ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് ഫുള്ളാവും, അങ്ങനത്തെ ഒരു കുക്കിയാണ്. അപ്പം 90 ഗ്രാംസ് ഡൗ വേണം ഒരു കുക്കിക്ക്. അതങ്ങനെയാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ്. ലെവൈൻ ബേക്കറിയിലെ NYC കുക്കീസിൻ്റെ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് അതാണ്. അപ്പം നമ്മൾ ആ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. എല്ലാ ഡൗവും തന്നെ ഇതേപോലെ 90 ഗ്രാംസിൻ്റെ ഒരു ബോളാക്കി നമ്മൾ എടുക്കുകയാണ്. അതുപോലെ നമുക്ക് എല്ലാ കുക്കീസും എടുക്കാം. മൊത്തം 9 കുക്കീസാണ് വരുന്നത് കേട്ടോ, നമ്മൾ ഈ ഒരു മിക്സ്ചറിൽ നിന്ന്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻ ഫോളോ ചെയ്താൽ നമ്മൾ ഈ ഒരു കുക്കിയിൽ ഈ ഒരു ബാറ്ററിയിൽ നിന്ന് നമുക്ക് 9 കുക്കീസ് കിട്ടും. ബാറ്റർ അല്ല, ഇതൊരു ഫ്ലോർ മിക്സാണ്. അതിനുശേഷം നമുക്ക് ന്യൂട്ടെല്ല ഫിൽഡ് കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഫ്രോസൺ ചെയ്ത് വെച്ച ആ ന്യൂട്ടെല്ല ഇതുപോലെ കുറച്ച് ഭാഗം എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ ഇടയിലേക്ക് വെച്ച് കൊടുക്കാം. അതിന് ബാക്കി എടുത്ത് മാറ്റിയ ഭാഗം ഒരു ക്യാപ്പ് ഫോമിലാക്കി ഇതിലേക്ക് ഫോൾഡ് ചെയ്ത് ഉറപ്പിച്ച് വെക്കാം. അപ്പോൾ ന്യൂട്ടെല്ല ഇച്ചിരി പറ്റിയതാണത്, കാര്യമാക്കണ്ട കേട്ടോ, അതങ്ങനെ കരിഞ്ഞു പോകുമൊന്നുമില്ല. ഫോൾഡ് ചെയ്ത് അത് അതിലേക്ക് തന്നെ കമ്പൈൻ ചെയ്ത് ബോളാക്കി വെക്കാം. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ചുകൂടി ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം. നല്ല ഭംഗിയായിരിക്കും. ചോക്കോ ചിപ്പ് മുകളിലിരിക്കുമ്പോൾ ഏത് കുക്കിക്കും അത് ഭംഗിയാണ്. ഇനി നമുക്ക് നമ്മുടെ ബേക്കിംഗ് പാനിലേക്ക് ഒരു 3 കുക്കി നല്ല ഡിസ്റ്റൻസിൽ വെക്കണം, ഇല്ലെങ്കിൽ ഇത് 3ഉം കൂടെ ജെല്ലായി ഒരു കുക്കിയാവും. അപ്പം നമ്മൾ ബേക്ക് ചെയ്തത് ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ ഒരു 11 മിനിറ്റ്സ് 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ബേക്ക് ചെയ്ത് എടുത്തു. അപ്പോൾ ഓരോ ഓവൻ സെറ്റപ്പ് ഡിഫറെൻ്റ് ആണ്. എൻ്റെ ഓവനിൽ എനിക്ക് കറക്റ്റ് 11 മിനിറ്റ്സ് ആയപ്പോൾ കുക്കീസ് റെഡിയായി കിട്ടി. ഇനി ഈ കുക്കീസിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇതായി പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ സമയത്ത് ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി, കാരണം ഈ സമയത്ത് അതിൽ ചൂടായിട്ടിരിക്കുക. ഇനി നമുക്കൊരു 20 മിനിറ്റ്സ് ഇത് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. നേരത്തെ പ്രിപ്പയർ ചെയ്ത് ന്യൂട്ടെല്ല ഫിൽ കുക്കീസ് ഞാൻ ഫ്രിഡ്ജിലൊരു 1 അവർ വെച്ചായിരുന്നു. അത് നമുക്ക് അതും ഇതേ പ്രോസസ്സിൽ ബേക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ അതവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എഗെയിൻ നമ്മളത് കൂൾ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ അടുത്ത ബാച്ചും റെഡിയായി. ഇനി നമുക്ക് ഇതേപോലെ നമ്മുടെ അടുത്ത ബാച്ചും ബേക്ക് ചെയ്തിട്ട് വരാം. നമ്മുടെ ഫസ്റ്റ് ബാച്ച് നമ്മൾ കൂൾ ചെയ്തത് ബട്ടർ പേപ്പറിൽ 20 മിനിറ്റ്സും പിന്നെ നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് എക്സ്ട്രാ 15 മിനിറ്റ്സും ആയിരുന്നു. അപ്പോൾ ആ കുക്കീസ് റെഡി ആയിട്ടുണ്ട്. സെക്കൻഡ് ബാച്ചും കൂളായിട്ടുണ്ട്, നമ്മുടെ ന്യൂട്ടെല്ല ഫിൽഡ്. അപ്പോൾ നമ്മൾ തേർഡ് ബാച്ച് കൂളാവാൻ വേണ്ടി മാറ്റി വെച്ചേക്കാണ്. നമുക്കത് കൂളാവട്ടെ. നമുക്കിനി നമ്മുടെ കുക്കി ഒന്ന് ഓപ്പൺ ചെയ്താലോ. ഒരു ക്രിസ്പി ഔട്ടർ ഷെല്ലിൽ ഉള്ളിൽ നല്ല ഗൂയി വാം ചോക്ലേറ്റി ആയിട്ടുള്ള കുക്കിയാണ് ഈ ഒരു ന്യൂട്ടെല്ല ഫിൽഡ് NYC കുക്കീസ്.